നെക്സ്റ്റ് നമുക്കൊരു തിയറാണ്. തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. Let x belongs to En and let f of x equal to x transpose Ax be a quadratic form. Here f of x is positive semi-definite, then f of x is a convex function. f of x പോസിറ്റീവ് സെമി ഡെഫിനിറ്റ് ആണ് എങ്കിൽ f of x ഒരു കോൺവെക്സ് ഫംഗ്ഷൻ ആയിരിക്കും എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് ഉള്ളത്. അപ്പോൾ പ്രൂഫ് നോക്കാം. സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രൂഫാണ്. Let x1 x2 be any two points in En and let x equal to 1 minus lambda into x1 plus lambda into x2 where 0 less than or equal to lambda less than or equal to 1. അതായത് x1 x2ന്റെ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻസ് x ആയിട്ട് എടുത്തു. Also let f of x equal to x transpose Ax be positive semi definite, that is greater than or equal to 0 അല്ലേ, for any x belongs to En. That is x transpose Ax is greater than or equal to 0 for any x belongs to En. ഇത് 1ൽ രണ്ട് സൈഡിൽ f അപ്ലൈ ചെയ്താൽ we have f of x equal to 1 minus lambda into f of x1 plus lambda into f of x2 എന്ന് കിട്ടും. ഈ f of x ഇപ്പുറത്തേക്ക് എടുത്താൽ 1 minus lambda into f of x1 plus lambda into f of x2 minus f of x. ഇതെന്താണെന്നുള്ളത് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. That is equal to 1 minus lambda into f of x1 f of x is x transpose Ax. So f of x1 is x1 transpose Ax1 plus lambda into f of x2 നെ x2 transpose Ax2 minus f of x നെ നമുക്ക് x transpose Ax എന്ന് എഴുതാം. ആ x transpose നെ നമുക്ക് 1 minus lambda into x1 plus lambda into x2 transpose A xന്റെ പ്ലേസിൽ വീണ്ടും അത് തന്നെ എഴുതാം. നമ്മൾ അടുത്തതായിട്ട് ചെയ്യുന്നത് ഇത് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ 4 ടേംസ് വരും. ഒന്ന് 1 മൈനസ് ലാംഡ x1 ട്രാൻസ്പോസ് വരും. ഓരോന്നിൻ്റെയും ട്രാൻസ്പോസ് എടുക്കുക എന്നുള്ളതാണല്ലോ ഹോൾ ട്രാൻസ്പോസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 1 മൈനസ് ലാംഡയുടെ ട്രാൻസ്പോസ് 1 മൈനസ് ലാംഡ തന്നെ കോൺസ്റ്റന്റ് അല്ലേ. അപ്പോൾ 1 മൈനസ് ലാംഡ ഇൻറ്റു x1 ട്രാൻസ്പോസ് ഇൻറ്റു എ വരും ഇവിടെ. പിന്നെ ഇവിടെ വീണ്ടും ഒരു 1 മൈനസ് ലാംഡ ഇൻറ്റു x1 വരും. അപ്പോൾ 1 മൈനസ് ലാംഡ സ്ക്വയർ x1 ട്രാൻസ്പോസ് എ x1 അതാണ് ഫസ്റ്റ് ടൈം വരിക. ഇനി ഇവിടുത്തെ എടുക്കുമ്പോൾ ലാംഡ x2 ട്രാൻസ്പോസ് എ, ഇവിടെ 1 മൈനസ് ലാംഡ x1, ലാംഡ ഇൻറ്റു 1 മൈനസ് ലാംഡ ഇൻറ്റു x2 ട്രാൻസ്പോസ് എ x1 മൈനസ് ഇതുപോലെ രണ്ട് ടേം ഇനി ഇതെടുത്തിട്ട് ഇപ്പോൾ നമ്മൾ ഇതുകൊണ്ടാണ് ചെയ്തത്. ഇനി 1 മൈനസ് ലാംഡ x1 ട്രാൻസ്പോസ് എ ലാംഡ x2 അത്, പിന്നെ ലാംഡ x2 ട്രാൻസ്പോസ് ലാംഡയുടെ ട്രാൻസ്പോസ് ലാംഡ തന്നെയാണ് കേട്ടോ. കോൺസ്റ്റന്റിൻ്റെ ഒക്കെ ട്രാൻസ്പോസ് അത് തന്നെയാണ്. സിമ്പിളായിട്ടൊരൊറ്റ വാല്യൂ അല്ലേ ഉള്ളൂ. മെട്രിക്സിനാണല്ലോ ശരിക്കും ട്രാൻസ്പോസ് വരിക. അപ്പോൾ ലാംഡ x2 ട്രാൻസ്പോസ് എ ലാംഡ x2, അപ്പോൾ ലാംഡ സ്ക്വയർ ആക്കി എഴുതിയിട്ടുണ്ട്. അങ്ങനെ 4 ടേംസ് ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കിട്ടും. ഇനി ഇതെല്ലാം കൂടെ ഗ്രൂപ്പ് ചെയ്യാണ്. ഇവിടെ x1 ട്രാൻസ്പോസ് എ x1 ഉണ്ട്, ഇവിടെയുണ്ട് x1 ട്രാൻസ്പോസ് എ x1 ഒരു ടേം. രണ്ടിൽ നിന്നും കോമൺ ആയിട്ടുള്ളതൊക്കെ ഔട്ട് സൈഡ് എടുത്ത് ഇതിനെങ്ങനെയാക്കി എഴുതാം. കാൽക്കുലേഷൻ നിങ്ങൾ നോക്കിയാൽ മതി. അതുപോലെ ഇവിടെ x2 ട്രാൻസ്പോസ് എ x2 ഉണ്ട്, ഇവിടെയുണ്ട് x2 ട്രാൻസ്പോസ് എ x2ൻ്റെ ഒരു ടേം, അതും ഗ്രൂപ്പ് ചെയ്തു. പിന്നെയുള്ളത് ഈ രണ്ട് ടേംസ് ആണ്. ഈ രണ്ട് ടേംസിൽ ഒന്നിൽ x2 ട്രാൻസ്പോസ് എ x1 ആണ് വരുന്നത്, ഒന്നിൽ x1 ട്രാൻസ്പോസ് എ x2 ആണ് വരുന്നത്. 3 മെട്രിക്സുകൾ എടുത്തൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. ഈ രണ്ട് ടേംസും സെയിം തന്നെയാണ് എന്നുള്ളത് കിട്ടും. അപ്പോൾ സെയിം ആയതുകൊണ്ട് അവരെ നമുക്ക് ഒരുമിച്ച് -2 ലാംഡ എന്നുള്ള രീതിയിൽ ഏതെങ്കിലും ഒരെണ്ണമായിട്ട് എഴുതിയാൽ മതി. ഇപ്പോൾ x2 ട്രാൻസ്പോസ് എ x1 ചെയ്താലും x1 ട്രാൻസ്പോസ് എ x2 ചെയ്താലും രണ്ടും സെയിം ആയിരിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ ടേംസിൽ എഴുതിയാൽ മതി. അപ്പോൾ -2 ടൈംസ് ലാംഡ ഇൻറ്റു 1 മൈനസ് ലാംഡ ഇൻറ്റു x1 ട്രാൻസ്പോസ് എ x2 എന്ന് എഴുതാം. ഓക്കെ, അത് സംശയം ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ബാക്കി അപ്പോൾ എന്തുണ്ടാവുക? ഇനി ഇതിൽ ലാംഡ ഇൻറ്റു 1 മൈനസ് ലാംഡ എല്ലാ ടേമിലും കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ ആ ടേംസിൽ നോക്കുക. ലാംഡ ഇൻറ്റു 1 മൈനസ് ലാംഡ ഔട്ട് സൈഡ് എടുത്തു, ബാക്കിയുള്ള ടേംസ് എല്ലാം കൂടി സം ചെയ്തു. അപ്പോൾ ഇത് ലാംഡ ഇൻറ്റു 1 മൈനസ് ലാംഡ ഇൻറ്റു x1 മൈനസ് x2 ട്രാൻസ്പോസ്, ഈ ടേംസിനെല്ലാം കൂടെ നമുക്ക് ക്ലബ് ചെയ്തിട്ട് x1 മൈനസ് x2 ട്രാൻസ്പോസ് എ ഇൻറ്റു x1 മൈനസ് x2 എന്നുള്ള ഫോമിൽ എഴുതാം. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക, ഇത് തന്നെ കിട്ടും നമുക്ക്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫോമിൽ എഴുതി. ഈ ഒരു ഫോമിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ ഗുണം എന്ന് വെച്ചാൽ ഇതിപ്പോൾ ലാംഡ ഇൻറ്റു 1 മൈനസ് ലാംഡ ഇൻറ്റു ദിസ് മച്ച് എന്നാണ് കിട്ടിയത്. നമുക്കറിയാം ഏത് മെട്രിക്സിനും ഇത് പോസിറ്റീവ് സെമി ഡെഫിനിറ്റ് തന്നിരിക്കണമുണ്ട്. ഈ ടേം, ഈ ലാസ്റ്റ് ബ്രാക്കറ്റിലുള്ള ടേം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. പിന്നെ ലാംഡ എന്ന് പറയുന്നത് 1നേക്കാളും ചെറിയ വാല്യൂ ആയതുകൊണ്ട് ഈ ലാംഡയും പോസിറ്റീവ് ആയിരിക്കും, 1 മൈനസ് ലാംഡയും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ മൊത്തത്തിൽ ഈ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ എല്ലാം കൂടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 വരും.
അപ്പോൾ അതിന് ഇത് ആ ഒരു ഫോമിലേക്ക് കൊണ്ടുവരാനാണ് ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് എഴുതിയത്. അപ്പോൾ ദിസ് പ്രൊഡക്റ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. എഫ് ഓഫ് എക്സിന് ഇപ്പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ വി ഹാവ് ഇത് ഇങ്ങനെ കിട്ടി. എഫ് ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 മൈനസ് ലാംഡ ഇൻറ്റു എഫ് ഓഫ് എക്സ് 1 പ്ലസ് ലാംഡ ഇൻറ്റു എഫ് ഓഫ് എക്സ് 2 എന്ന് എഴുതാം. വിച്ച് മീൻസ് ദാറ്റ് ഇതെന്താ ഫംഗ്ഷൻ കോൺവെക്സ് ആവുന്ന ഡെഫിനേഷനാണ്. എഫ് ഓഫ് എക്സ് ഈസ് എ കോൺവെക്സ് ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ അതാണ് തിയറം വരുന്നത്.